ഹേയ് ഹലോ, ഇത് ഞങ്ങൾ 4 പേര് കൂടിയിട്ട് തൃശ്ശൂരം കാണാൻ പോയതാണ്. ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിലും ആരും വിളിച്ചാലും എല്ലാവരും എൻ്റെ പൊന്നളിയാ നമ്മളില്ല പൂരത്തിന്, എന്തൊരു വെയിൽ, എന്തൊരു തിക്കം തിരക്കാം, നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വല്ല പ്രാന്തണ്ട, ഇതാണ് എല്ലാവരും പറയാറ്. നമ്മുടെ നാട്ടിൽ ഇത്ര വലിയ ആഘോഷം, ഇത്ര വലിയ ഉത്സവം നടക്കുമ്പോൾ നമ്മളെങ്ങനെ വീട്ടിലിരിക്കുക? അതും തൃശ്ശൂർ പൂരം ഒരു വികാരം തന്നെയാണ്. എൻ്റെ പൊന്ന് കിടികളൊന്നും പറയാനില്ല. കുഞ്ഞു കുട്ടികൾ, സ്ത്രീകൾ, വയസ്സായ ആൾക്കാർ, സകലമാന ആൾക്കാരും ഒരു റൗണ്ടിൽ ഒരു പൂരം കാണാനായിട്ട് ജനസാഗരമാണ്. പിന്നെ ഇത്തവണത്തെ പൂരത്തിൽ വലിയ അലമ്പില്ലാണ്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ പോലീസുകാർ അതേപോലെ സഹകരിച്ചിട്ടുണ്ട്. വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ട് സ്ത്രീകളായാലും എല്ലാവരും മുന്നിൽ വന്നിട്ട് പൂരം കാണാനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ഒരു ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, തിക്കും തിരക്കണം ആൾക്കാർ. എവിടേക്ക് നിന്നിട്ടാണ് പൂരം കാണാൻ പറ്റുന്നത്? അത്രയും സ്ഥലത്ത് തിക്കും തിരക്കുന്ന ആൾക്കാർ അടിപൊളിയായിട്ട് പരിപാടികൾ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ജനങ്ങൾ ഒന്നിച്ചിരിക്കണം. ഒരു പരിപാടി കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. ആദ്യം വരുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ കൊട്ടമാറ്റാണ്. കൊട്ടമാറ്റം എന്ന് പറഞ്ഞാൽ ആനകൾ 2 സ്ഥലത്തും ഓപ്പോസിറ്റ് അമ്പലത്തിന് മുന്നിൽ നിരന്ന് നിന്നിട്ട് കൊട്ട ഇങ്ങനെ ഓരോ കൊട്ടകളിങ്ങനെ മാറി പല കളറുകളിൽ ഇങ്ങനെ മാറിയിട്ട് കൊടകളിങ്ങനെ മാറ്റുന്നതാണ് ഏറ്റവും വലിയ കൊട്ടമാറ്റം. പിന്നെ അവസാനം ലൈറ്റിൻ്റെ ഒരു അകമ്പടിയോടുകൂടിയും കൊട്ടമാറ്റം അങ്ങനെ അവസാനിക്കും. അതിൽ കാണാനായിട്ട്, ആ കൊട്ടമാറ്റം കാണാനായിട്ടുള്ള ജനസാഗരമാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ വരെ നമുക്ക് വെടിക്കെട്ടാണ്. അത് രാത്രി വേറെ ആഘോഷമാണ് തൃശ്ശൂരിൻ്റെ. വേറെ ഏത് ദേശം, വേറെ ഏത് നാട്ടിലുണ്ട് ഇത്രയും വലിയ സിറ്റിയുടെ നട്ടിക്കിൽ ഇത്രയും പേര് വെട്ടിക്കെട്ട് പൊട്ടിക്കാനായിട്ടുള്ള ചങ്കൂറ്റം കാര്യങ്ങളുമായിട്ടുള്ളത്? നമ്മുടെ തൃശ്ശൂർ തന്നെ ഉള്ളൂ. തൃശ്ശൂർ പൂരം ഇതൊരു കാണാത്ത ആൾക്കാരുടെ എന്തായാലും കാണാം. പിന്നെ നമ്മൾ ഇന്ന് അവിടെ അധികം സായിപ്പിനും മദാമിനെയും കണ്ടില്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു സായിപ്പും മദാമിയും. അവർ തൃശ്ശൂർ പൂരമൊക്കെ കണ്ട് ആസ്വദിച്ച് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് എല്ലാവരും വീട്ടിൽ പോയി. പരിപാടി കിട്ടില്ല.